എല്ലാവർക്കും നമസ്കാരം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ധനുക്കൂറിൽ ജനിച്ചവരുടെ 2026 പുതുവർഷ ഫലങ്ങളെ നോക്കാം. കണ്ടകശനി കാലമാണെങ്കിലും 2026 ആദ്യ പകുതിയിൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദോഷഫലങ്ങളെ കുറയ്ക്കും. പക്ഷേ വർഷത്തിൻ്റെ 2ാം പകുതിയിൽ വ്യാഴം രാശി മാറിയതിനു ശേഷം കണ്ടകശനി ദോഷം ചെയ്യുമോ എന്നും അഷ്ടമവ്യാഴം അപകടകാരിയാണോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. വീട്, വാഹനം, മാതാവ് എന്നിവയെ സൂചിപ്പിക്കുന്ന 4ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ വീട് പണി നടക്കുന്നവർക്ക് അതിൽ തടസ്സങ്ങളുണ്ടാകും. വീട്ടിൽ മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടും. വാഹനത്തിന് ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണികളുണ്ടാകും. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും വന്നുപോകും. അതേസമയം രാഹു 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ധനുക്കൂറുകാർക്ക് വലിയ ആശ്വാസമാണ്. കണ്ടകശനി തരുന്ന ടെൻഷനെ അതിജീവിക്കാനുള്ള ധൈര്യം രാഹു തരും. കൂടാതെ ജൂൺ 1 വരെ 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വിവാഹം വൈകി നിൽക്കുന്നവർക്ക് മംഗല്യയോഗം തെളിയും. പൊതുസമൂഹത്തിൽ വലിയ അംഗീകാരം ലഭിക്കും. ജൂൺ 2ാം തീയതി 8ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് അത്ര നല്ലതല്ല എങ്കിലും വ്യാഴം നിൽക്കുന്നത് ഉച്ചരാശിയായതിനാൽ ചിലർക്ക് അപ്രതീക്ഷിതമായ ധനലാഭവും ഈ സമയത്ത് വന്നുചേരും. പക്ഷേ ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഡിസംബർ 5 വരെ രാഹു 3ാം ഭാവത്തിലും കേതു 9ാം ഭാവത്തിലും നിൽക്കുന്നതിനാൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനെ മറികടക്കാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. വ്ളോഗർമാർക്കും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ അധികം ലഭിക്കും. പരമ്പരാഗതമായ കാര്യങ്ങളിൽ നിന്നും മാറി നടക്കാൻ തോന്നും. പിതാവുമായി ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം അനുകൂലമായതിനാൽ പഠനകാര്യങ്ങൾ എളുപ്പമായിരിക്കും. പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ജൂൺ മാസം മുതൽ അഷ്ടമ വ്യാഴം വരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്ന അവസ്ഥയും ഉണ്ടാകും. ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 4ലെ ശനി കാരണം ജോലി സ്ഥലത്ത് മനസ്സമാധാനം കുറയും. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് തോന്നും. പക്ഷേ 3ലെ രാഹു വെല്ലുവിളികളെ ഏറ്റെടുത്ത് വിജയം നേടാൻ സഹായിക്കും. ജൂൺ മാസം വരെ വ്യാഴം 7ൽ നിൽക്കുന്നത് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ്. ജൂൺ മാസത്തിന് ശേഷം ജോലി മാറാൻ നിൽക്കരുത്. ഉള്ള ജോലിയിൽ തന്നെ തുടരുക. ബിസിനസ്സിൽ വലിയ മുതൽമുടക്ക് നടത്താനും ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയാണ് നല്ലത്. ഇനി സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ജൂൺ മാസം വരെ പണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും ലാഭം അധികരിക്കും. എന്നാൽ ജൂൺ മാസം മുതൽ കയ്യിൽ വരുന്ന പണം പെട്ടെന്ന് ചിലവായി പോകും. ഷെയർ മാർക്കറ്റിൽ വലിയ നഷ്ടം വരാനും സാധ്യതയുണ്ട്. പ്രണയം, കുടുംബം എന്നീ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങൾ പോലും ഊതിവീർപ്പിക്കപ്പെടും. പക്ഷേ ജൂൺ മാസം വരെ വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. ജൂൺ 2ന് ശേഷം അഷ്ടമ വ്യാഴം വരുന്നതോടെ ചില പ്രശ്നങ്ങളും ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ശ്വാസതടസ്സം, നെഞ്ചരിച്ചൽ എന്നിവ വരാൻ സാധ്യതയുള്ള സമയമാണിത്. ജൂൺ മാസം മുതൽ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാനും സാധ്യതയുണ്ട്. ഇനി നക്ഷത്രഫലങ്ങളിലേക്ക് കിടക്കാം. മൂലം നാളുകാർക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. പൂരാടം നാളുകാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് നല്ല സമയമാണിത്. ഉത്രാടം നാളുകാർക്ക് ഗവൺമെൻറ് കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. ഇനി പരിഹാരങ്ങളെക്കുറിച്ച് നോക്കാം. കണ്ടകശനിയുടെ ദോഷം മാറാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക, നീരാഞ്ജനം കത്തിക്കുക. ജൂൺ മാസം മുതൽ അഷ്ടമ വ്യാഴം തുടങ്ങുന്നതുകൊണ്ട് നിത്യവും വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ്. ജൂൺ വരെയുള്ള അനുകൂല സമയം പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ ഈ വർഷം മികച്ചതായി മാറ്റാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.